പ്രൈസ് ദി ലോർഡ്. എന്താ പേര്? ബിനോയ്. ഒന്ന് പറയാമോ? അപ്പോൾ ഇനി 2020 എൻ്റെ വീട് കോട്ടയാണ്, വൈഫിൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ലീവിന് വന്നതുകൊണ്ട് ധ്യാനം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ 2020 തിരുവോണത്തിൻ്റെ തലേ ദിവസമാണ് ഞാൻ റോഡ് ക്രോസ് ചെയ്തപ്പോഴേക്കും ഒരു ബൈക്ക് വന്ന് എന്നെ തട്ടി ഞാൻ വീണതാണ്. അപ്പം വീണിട്ട് ഒരു ബ്ലീഡിങ്ങോ ഒരു മുറിവൊന്നും പറ്റിയിട്ടില്ല, ഒന്നുമില്ല. ഹെൽമെറ്റ് ഞാൻ വേറൊരു 2 വീലർ വന്നിട്ട് സൈഡിൽ വെച്ചിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ വേറൊരു ബൈക്കുകാരൻ വന്നിട്ട് എന്നെ തട്ടി. അപ്പോൾ എൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അലശയായിട്ട് വീണിട്ട് അവിടുന്ന് ആ കടയിൽ ആൾക്കാരുണ്ടായിരുന്നു, അവർ ഓടിക്കൂടി എനിക്ക് വെള്ളമൊക്കെ തന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ തിരുവോണ ദിവസമാണ് കുളിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കോരി ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക് എൻ്റെ കൈയൊന്നും പൊങ്ങുന്നില്ല. കയ്യിൽ ഇവിടെ ഈ മുറിവിന് ഈ വിരലിന് ഇപ്പോഴും ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ ഇതിങ്ങനെ നീര് വെച്ച് വീർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വൈഫുണ്ടായിരുന്നു. വൈഫ് എന്നെ ഇവിടെ വഞ്ചിയൂർ ത്രിവേണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ഞാൻ 10 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഈ കൈ ഇങ്ങനെ തിരുമ്മിക്കൊണ്ടിരുന്നു. 10 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ ട്രീറ്റ്മെൻറ്റ് ഞാൻ വിട്ടിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോയി. അത് കഴിഞ്ഞൊരു 45 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു, ഉഴിച്ചിലും അതെല്ലാം ചെയ്തു. ഇപ്പോൾ ഈ 4 വർഷമായിട്ടും എനിക്ക് ഇത്രേ പൊങ്ങുള്ളായിരുന്നു കൈ. ഞാൻ ഷർട്ടൊക്കെ ഇടുന്നത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ, ചിലപ്പം വൈഫാണ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ ഷോൾഡറിലൊന്നും എനിക്ക് പിടിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ ബ്രദറിന് ഇന്ന് ബ്രേക്കിൻ്റെ സമയത്ത് ഇറങ്ങി ബ്രദർ പ്രാർത്ഥിച്ചിട്ട് കൈ പൊക്കിയിരുന്നു. എപ്പിസോഡിലേക്ക് വിടാം. 4 വർഷമായിട്ട് ഈ കൈ പൊങ്ങത്തില്ലായിരുന്നു എന്നാണ് ബിനോയ് സാക്ഷ്യപ്പെടുത്തത്. ഇങ്ങനെയൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഈ ഷോൾഡറെ മാത്രമേ ഇങ്ങനെ പിടിക്കാൻ പറ്റുള്ളൂ. ഈ ഷോൾഡറിലോ ഇങ്ങനെയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു കൈ. ഒരു 2 മിനിറ്റ് നേരത്തെ പ്രാർത്ഥന. ഈ കൈ കർത്താവ് സൗഖ്യമാക്കി. കൈ ഒന്ന് പൊക്കി കാണിച്ച്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സൗഖ്യം നൽകിയത് യേശുവാണ്. എൻ്റെ ഈ കൈക്ക് ഒരു പ്രത്യേകതയില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ സൗഖ്യം കൊടുക്കുന്നു. മഹത്വാർക്കാണ്? ഈശോയാണ് സൗഖ്യം നൽകുന്നത്. എല്ലാം ചെയ്യുന്ന ഈശോയാണ്. ബിനോയെ തൊട്ടു, സൗഖ്യമാക്കി. ഈശോയുടെ ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം.